ഹായ്, നമ്മൾ ഇതുവരെ ഒരുപാട് കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് തന്നെ ചെയ്ത് പഠിച്ചു അല്ലേ. നമ്മളല്ലാതെ ഒരുപാട് കൺസെപ്റ്റ്സുകൾ പഠിച്ചു. വെബ് ഡെവലപ്മെന്റ് എന്താണെന്നും ഇന്റർനെറ്റ് പ്രോട്ടോകോൾസ് എന്താണെന്നുള്ളതും ഒരു സ്ട്രക്ചർ എങ്ങനെ ബിൽഡ് ചെയ്യാന്നുള്ളതും പാരഗ്രാഫ് എങ്ങനെ കൊടുക്കുക എന്നുള്ളതും എല്ലാ കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇതിനുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ട് ഒന്നും മനസ്സിലാക്കാൻ പോകുന്നില്ല. നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെന്ന് ഇതിനു മുമ്പുള്ള വീഡിയോയുടെ പ്ലേലിസ്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ വരെ, എങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവും. അല്ലെങ്കിൽ ഈ വീഡിയോ ഡെഫിനറ്റ്ലി നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. ഈ വീഡിയോയിൽ നമ്മൾ വെബ്സൈറ്റിൽ എങ്ങനെ മാർജിനും പാഡിങ്ങും ഒക്കെ കൊടുക്കുന്നു, ഒരു എലമെന്റിന് അറൗണ്ട് നമ്മൾ എങ്ങനെ സ്പേസ് കൊടുക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സാഹിർ. ഈ ചാനൽ നമ്മൾ ഡേറ്റാ സയൻസ്, പ്രോഗ്രാമിംഗ്, വെബ് ഡെവലപ്മെന്റ്, ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഫൈനാൻസ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ വീഡിയോയിലായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. ഈ ചാനലിന്റെ എയിം തന്നെ കരിയർ ഗ്യാപ്പ് വന്നവർക്കോ ഫ്രഷർ ആയിട്ടുള്ളവർക്കോ ടെക് ജോബ് എനേബിൾ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. സോ വൺസ് അഗൈൻ സാഹിർ, വെൽക്കം ടു ന്യൂ വീഡിയോ ഓഫ് Edure. സെക്ഷനിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇവിടെ ഈ ഒരു ഹെഡർ സെക്ഷന് ചുറ്റുമായിട്ടൊരു സ്പേസ് ഉണ്ട്. ആദ്യം നമുക്ക് ആ ഒരു സ്പേസ് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഹെഡർ സെക്ഷൻ്റെ ബോർഡർ എന്ന് പറയുന്നത് ഇതാണ്. ഈ ബോർഡറിന് നമ്മുടെ കണ്ടന്റിന് ഇണയ്ക്കാൻ നമുക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ളത്. സോ മെയിൻ ഹെഡറാണ് നമ്മളിവിടെ ക്ലാസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ മെയിൻ ഹെഡറിനകത്ത് നമുക്ക് ആദ്യം പാഡിങ് കൊടുക്കാം. സോ പാഡിങ്, ദെൻ നമുക്ക് വേണ്ട സ്പേസ് മെൻഷൻ ചെയ്യാം. ഞാനിവിടെ 20 പിക്സൽ കൊടുക്കുന്നു. ഞാനിവിടെ 20 പിക്സൽ കൊടുക്കുമ്പോൾ സംഭവിച്ചതെന്ന് പറയുന്നത് ആ ഒരു കണ്ടന്റിന് ചുറ്റുമായിട്ട്, ആ ഒരു കണ്ടന്റിനും ബോർഡറിനും ചുറ്റുമായിട്ട് ഒരു സ്പേസ് ക്രിയേറ്റ് ആയി. പക്ഷെ ഇവിടെ 4 സൈഡിലും 20 പിക്സൽ ആഡ് ആയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഇൻസ്പെക്ട് ചെയ്യാം. ഇൻസ്പെക്ട് ചെയ്തിട്ട് ആ ഒരു ഹെഡർ സെക്ഷന് ഞാൻ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഏറ്റവും താഴെ ആയിട്ട് നമുക്ക് ആ ഒരു ഹെഡർ സെക്ഷൻ്റെ ബോക്സ് മോഡൽ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പം ഇതാണ് കണ്ടന്റ് എന്ന് പറയുന്നത്. കണ്ടന്റിന് ചുറ്റും 4 സൈഡിലും 20 പിക്സൽ പാഡിങ് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊരു എലമെന്റിന്റെ ബോക്സ് മോഡൽ കാണണം എന്നുണ്ടെങ്കിലും ആ ഒരു എലമെന്റിനെ സെലക്ട് ചെയ്തിട്ട് അത് നമുക്ക് ഓർഡർ ചെയ്ത്, ഇവിടെ നമ്മൾ പാഡിങ്ങും ബോർഡറൊന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഓരോ എലമെന്റിനെ സെലക്ട് ചെയ്തിട്ട് ആ ഒരു എലമെന്റിന്റെ ബോക്സ് മോഡൽ നമുക്ക് ഇങ്ങനെ ഇൻസ്പെക്ട് ചെയ്ത് കാണാനായിട്ട് പറ്റും. ഒരു പേജിനെ ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് ആദ്യം റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ദെൻ ഇൻസ്പെക്ടിനകത്ത് ഒരുപാട് ഡെവലപ്പർ ടൂൾസ് വരുന്നുണ്ട്. അതിൽ നമ്മളിപ്പോൾ കറന്റ് വർക്ക് ചെയ്യുന്ന ഈ എലമെന്റ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ടൂളാണ് നമുക്കിപ്പോൾ കറന്റ് ആവശ്യം. അപ്പോൾ അതിനകത്ത് എലമെന്റ് ഒന്ന് സെലക്ട് ചെയ്താൽ മതിയാവും. ഇവിടെ ഈ ടോപ്പിൽ നമുക്ക് ഇത്രയും സ്പേസിൻ്റെ ആവശ്യമില്ല. നമുക്ക് പാഡിങ് ടോപ്പ് കുറയ്ക്കണം. അതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ, ഓക്കെ, ഞാനിവിടെ പാഡിങ് ടോപ്പ്, നമുക്കിവിടെ പാഡിങ് ടോപ്പല്ല, ഈ ഒരു സ്പേസാണ് നമുക്ക് കൂടേണ്ടത്. സോ ടോപ്പല്ല, പാഡിങ് ലെഫ്റ്റ് ഒരു 40 പിക്സൽ. ഓക്കെ, ഇവിടുത്തെ സ്പേസ് എന്തായി 40 പിക്സലായിട്ട് മാറി. ഇതുപോലെ ഡിഫറെൻറ്റ് സൈഡിൽ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് പാഡിങ് ലെഫ്റ്റ് ഉണ്ട്, പാഡിങ് റൈറ്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്, അതുപോലെ പാഡിങ് ടോപ്പ്, പാഡിങ് ബോട്ടം. ഇനി ഈ പാഡിങ്ങിൽ നിന്നുള്ള ആ ഒരു പ്രോപ്പർട്ടിയിൽ തന്നെ നമുക്ക് 4 വാല്യൂസ് ആഡ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ 20 പിക്സൽ, ദെൻ 40 പിക്സൽ, നമുക്കിങ്ങനെ 4 വാല്യൂസും പാഡിങ്ങിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ആദ്യം സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിവിടെ പാഡിങ്ങിൽ ആദ്യത്തെ വാല്യൂ അപ്ലൈ ആവുന്നത് പാഡിങ് ടോപ്പിലാണ്. ദെൻ രണ്ടാമത്തെ വാല്യൂ ആഡ് ആവുന്നത് പാഡിങ് റൈറ്റിൽ, മൂന്നാമത്തെ വാല്യൂ ആഡ് ആവുന്നത് പാഡിങ് ബോട്ടം, നാലാമത്തത് പാഡിങ് റൈറ്റ്. അപ്പോൾ ആ ഒരു ക്ലോക്ക് വൈസിലാണ് ആ വാല്യൂസ് പോകുന്നത്. 4 വാല്യൂ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ. ഞാനൊന്ന് കമൻറ്റ് ചെയ്യാം. ടോപ്പ്, റൈറ്റ്, ദെൻ ബോട്ടം, ലെഫ്റ്റ്. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു ബോക്സ് മോഡൽ ഇപ്പോൾ നോക്കി നോക്കാം. ഇൻസ്പെക്ട്, ആ ഒരു സെക്ഷനെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ഇപ്പോൾ മെയിൻ ഹെഡറിൻ്റെ ബോക്സ് മോഡൽ നമ്മളിവിടെ നോക്കുന്ന സമയത്ത് ആദ്യത്തെ വാല്യൂ ടോപ്പിൽ അപ്ലൈ ആയി, രണ്ടാമത്തെ വാല്യൂ റൈറ്റിൽ അപ്ലൈ ആയി, മൂന്നാമത്തെ പാഡിങ് ബോട്ടമാണ്. പാഡിങ് ബോട്ടത്തിൽ 40 പിക്സൽ, അതുപോലെ ലെഫ്റ്റിൽ 50 പിക്സൽ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ 50 പിക്സൽ ആവും. ഇതേപോലെ നമുക്ക് ഷോർട്ട് ഹാൻഡ് ആയിട്ടും പാഡിങ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഇതല്ലാതെ നമ്മൾ പാഡിങ് കഴിഞ്ഞിട്ട് പാഡിങ്ങിൻ്റെ വാല്യൂ 2 വാല്യൂ ആയിട്ടാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യത്തെ വാല്യൂ എടുക്കുന്നത് പാഡിങ് ടോപ്പും ബോട്ടവും, രണ്ടാമത്തെ വാല്യൂ റൈറ്റിലും ലെഫ്റ്റിലും അപ്ലൈ ആവും. 2 വാല്യൂ ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും പാഡിങ് അപ്ലൈ ആവുന്നത്.
ഒരു വാല്യൂ ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ 4 സൈഡിലും ആ ഒരു വാല്യൂ അപ്ലൈ ആവും. ഓക്കെ, ഇത് നിങ്ങളൊന്ന് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഇപ്പോൾ നമുക്കിവിടെ വേണ്ടത് പാഡിങ് ടോപ്പും ബോട്ടവും 20 പിക്സൽ, ദെൻ ലെഫ്റ്റും റൈറ്റും 40 പിക്സൽ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ സ്പേസിങ് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നോർമലി എല്ലാ ഡെവലപ്പേഴ്സും ചെയ്തു വരുന്ന ഒരു കോമൺ കൺവെൻഷനാണ്, നമ്മളൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പാഡിങ് മാർജിനും എല്ലാം ഗ്ലോബലി റീസെറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്ത് കാണിക്കാം, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് യൂണിവേഴ്സൽ സെലക്ടർ എന്ന് പറയുന്നത്. നമ്മൾ യൂണിവേഴ്സൽ സെലക്ടറിനകത്ത് ഏതൊക്കെ സ്റ്റൈൽസ് കൊടുക്കുന്നു അത് നമ്മുടെ വെബ്സൈറ്റിനകത്തുള്ള എല്ലാ എലമെന്റ്സിനും അപ്ലൈ ആവും. പക്ഷേ ലോവസ്റ്റ് പ്രയോറിറ്റി ആണ്. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വലായിട്ടൊരു എലമെന്റിനെ സെലക്ട് ചെയ്ത് അതിന് സ്റ്റൈൽസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും അപ്ലൈ ആവുന്നത്. അപ്പോൾ എനിക്കിവിടെ വേണ്ടത്, ഞാനിവിടെ മാർജിൻ 0 കൊടുക്കുന്നു, ദെൻ അതുപോലെ തന്നെ പാഡിങ് 0 കൊടുക്കുന്നു. ഇങ്ങനെ കൊടുക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് എല്ലാ എലമെന്റ്സും ഡിഫോൾട്ട് ആയിട്ട്, അതായത് H1 ടാഗിനായാലും H2 ടാഗിനായാലും അതിൻ്റെ ചുറ്റും ഡിഫോൾട്ട് ആയിട്ട് ഒരു ചെറിയ പാഡിങ് മാർജിൻ വരുന്നുണ്ട്. ഞാനിനി സേവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വെബ്സൈറ്റിലെ കണ്ടന്റ് എല്ലാം ആ ഡിഫോൾട്ട് ആയിട്ടുള്ള പാഡിങ് മാർജിനും എല്ലാം റീസെറ്റ് ആയി. അപ്പോൾ ഒരു ഗ്ലോബൽ റീസെറ്റിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മാർജിനും പാഡിങ്ങും 0 ആയിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഡിഫോൾട്ട് വാല്യൂ മാറ്റി നമുക്ക് വേണ്ട സ്പേസിങ് മാത്രം കൊടുത്താൽ മതിയാവും.